മൗനി ബാബയായിരുന്ന സുരേഷ് ഗോപി ഒടുവിലിത ഭരത് ചന്ദ്രനായിരിക്കുന്നു. എല്ലാം കൂടി ഒറ്റ ഡയലോഗിൽ വഴിതിരിച്ചു വിട്ട് തനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് കളം വിടുകയാണ് സുരേഷ് ഗോപി. തൃശൂരിലെ വോട്ടുകൊള്ള വിവാദങ്ങൾക്ക് മറുപടി പറയേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണത്രേ. തനിക്കിതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നും താൻ മന്ത്രിയാണ് എന്നുമാണ് തൃശൂറുകാർ തെരഞ്ഞെടുത്തയച്ച സുരേഷ് ഗോപിയുടെ വാദം. അങ്ങനെ തനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി കൈകഴുകിയാൽ അതങ്ങ് കണ്ണും പൂട്ടി ജനങ്ങൾ വിശ്വസിക്കണമെന്നാണോ സുരേഷ് ഗോപി കരുതിയിരിക്കുന്നത്? എന്നിട്ട് ആരോപണം ഉന്നയിച്ചവരെ വാനരന്മാർ എന്ന ഒരു പരിഹാസവും. സാർ, താങ്കൾ ഒരു ജനപ്രതിനിധിയാണ്, തീർച്ചയായും മറുപടി പറയേണ്ട ആൾ തന്നെയാണ്. പിന്നെയും താങ്കൾ കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ താങ്കൾക്ക് മാത്രമേ ഇരുട്ടാകൂ സാർ. ലോകം ഇരുട്ടിലാകുന്നില്ല, ജനം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 10 ദിവസത്തോളമായി കേരളം തുടർച്ചയായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് തൃശൂരിലെ കള്ളവോട്ട്. ചുരുക്കി പറഞ്ഞാൽ, രാഹുൽ ഗാന്ധി കർണാടക ഉദാഹരണമാക്കി രാജ്യത്തെ BJP വ്യാപകമായി വ്യാജവോട്ടും കള്ളവോട്ടും ചേർത്തുവെന്ന് ആരോപിച്ചതിന് തൊട്ടടുത്ത ദിവസം മുതൽ തൃശൂർ ലോക്സഭാ മണ്ഡലവും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. തൃശൂരിൽ നിന്ന് MP ആയി വിജയിച്ച സുരേഷ് ഗോപിയുടെ കുടുംബവും അദ്ദേഹത്തിന്റെ ഡ്രൈവറുമടക്കം തൃശൂരിൽ കള്ളവോട്ട് ചെയ്തുവെന്ന ഗുരുതര ആരോപണമാണ് പുറത്തു വന്നത്. ഇതിനുശേഷം ഒരിക്കൽ പോലും ഈ വിവാദങ്ങളിൽ ഒന്നും മറുപടി പറയാത്ത സുരേഷ് ഗോപി ഇന്നാണ് വിഷയത്തിൽ മറുപടി പറയേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. അതെങ്ങനെയാണ് സുരേഷ് ഗോപി സാർ? താങ്കളുടെ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ താങ്കൾക്ക് ഒരു മറുപടിയും ഇല്ലാതിരിക്കുന്നത്? മന്ത്രിയായതിനാൽ തനിക്ക് മറുപടി പറയേണ്ടതില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. സാർ, മന്ത്രി എന്ന പ്രിവിലേജിനപ്പുറം താങ്കൾ ഒരു ജനപ്രതിനിധിയാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച, നാളെ വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുന്നിൽ ചെന്ന് നിന്ന് വോട്ട് ചോദിക്കേണ്ട ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. അങ്ങനെയുള്ള അങ്ങ് തനിക്ക് ഇതിലൊന്നും മറുപടി പറയാൻ ബാധ്യതയില്ല എന്ന് പറയുന്നത് തികഞ്ഞ ധിക്കാരമാണ് സാർ. നാളെ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ താങ്കൾ അന്ന് മറുപടി പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് വോട്ട് ചെയ്യാൻ ഞങ്ങൾക്കും മനസ്സില്ല എന്ന് മറുപടി വോട്ടറിൽ നിന്ന് താങ്കളും പ്രതീക്ഷിക്കേണ്ടി വരും. അല്ലാതെ ഞാൻ മന്ത്രിയാണ്, അതുകൊണ്ട് മറുപടി പറയേണ്ട ബാധ്യത ഇല്ല എന്നൊക്കെ പറയുന്നത് തികച്ചും ബാലിശമാണ്. മന്ത്രിയായതുകൊണ്ട് സ്വന്തം തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ ഒളിച്ചു കളിക്കാൻ തക്ക ഇമ്മ്യൂണിറ്റി ഒന്നും മന്ത്രിസ്ഥാനത്തിന് ഉണ്ട് എന്ന് കരുതാനാകില്ല. പല വിദഗ്ധരോടും ചോദിച്ചപ്പോൾ അവരും ഇതേ രീതിയിലാണ് അഭിപ്രായം പറഞ്ഞത്. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാരന്റെ വെറും ഒരു സംശയമായി കണക്ക് കൂട്ടിയാലും മതി. ഇവിടെ ആരോപണത്തിന്റെ നിഴലിലുള്ളത് ആദ്യം താങ്കളുടെ തന്നെ കുടുംബവും ഡ്രൈവറുമൊക്കെയാണ്. അനുജനും ഭാര്യയും മക്കളും ഡ്രൈവറും അടങ്ങുന്ന 11 പേർക്ക് തൃശൂരിൽ ഇരട്ട വോട്ടുണ്ടായത് എങ്ങനെയെന്നതിന് തീർച്ചയായും താങ്കൾ തന്നെയല്ലേ സാർ മറുപടി പറയേണ്ടത്? കൊല്ലത്ത് വോട്ടുള്ള അനുജനും ഭാര്യയും മറ്റൊരു തിരിച്ചറിയൽ കാർഡ് വ്യാജമായി ഉണ്ടാക്കി തൃശൂരിൽ വോട്ട് ചേർത്തത് എങ്ങനെയാണ്? തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്ത് വോട്ടുള്ള ഡ്രൈവർ അജയ് കുമാറിനെ എങ്ങനെ തൃശൂരിൽ സ്ഥിരതാമസമാക്കാതെ വോട്ട് ലഭിച്ചു? ഇനി താങ്കൾ സ്ഥാനാർത്ഥിയായപ്പോഴും തൃശൂരിൽ താമസമായപ്പോഴും കൂടെയുണ്ടായത് കൊണ്ടാണ് എന്ന ന്യായം നിരത്തിയാൽ പോലും ഒരു നിശ്ചിത കാലമായി ഒരിടത്ത് സ്ഥിരതാമസക്കാരനാകാതെ വോട്ട് ചേർക്കരുത് എന്ന നിയമം കൂടി അവിടെ ലംഘിക്കപ്പെടുകയല്ലേ? അതും പോട്ടെ, ഇവരുടെയൊക്കെ വോട്ട് ഒരു സുപ്രഭാതത്തിൽ തൃശൂരിൽ നിന്ന് അപ്രത്യക്ഷമായത് എങ്ങനെയാണ്? ഇത്രത്തോളം വോട്ടുകളെല്ലാം തങ്ങളാണ് ചേർത്തത് എന്ന് അഭിമാനത്തോടെ താങ്കളുടെ പാർട്ടി മറുപടി പറഞ്ഞാലും സ്വന്തം കുടുംബത്തിന്റെ കള്ളവോട്ടിനെങ്കിലും മറുപടി പറയാൻ താങ്കൾക്ക് ബാധ്യതയുണ്ട് സുരേഷ് ഗോപി സാർ. അവിടെ ഭരത് ചന്ദ്രൻ കളിച്ചതുകൊണ്ടോ മാസ് ഡയലോഗ് അടിച്ചതുകൊണ്ടോ സത്യം സത്യമല്ലാതാകില്ല. അതുകൊണ്ട് ജനം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ താങ്കൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. അല്ലാതെ മന്ത്രി എന്ന അധികാരത്തിന്റെ അലങ്കാരമോ പ്രിവിലേജോ ഇമ്മ്യൂണിറ്റിയോ താങ്കളെ ആ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് അകറ്റുന്നില്ല എന്ന് ഓർക്കണം. ഇവിടെ വ്യാജ വോട്ടുകൾക്ക് മറുപടി പറയേണ്ടത് പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നത് വസ്തുത തന്നെയാണ്. പ്രത്യേകിച്ച് മുഴുവൻ വ്യാജ വോട്ടുകളും അന്നത്തെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെയും ഉദ്യോഗസ്ഥരുടെയും അറിവോടെയാണ് എന്ന ആരോപണം ശക്തമായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ചോദ്യങ്ങളുടെയും കുന്തുമന നീളുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കും ഉദ്യോഗസ്ഥരിലേക്കുമാണ്. വ്യാജ വോട്ടാണ് എന്ന് സംശയം തോന്നി ചൂണ്ടിക്കാണിച്ചപ്പോഴൊക്കെ ഉന്നത ഉദ്യോഗസ്ഥർ അത് അവഗണിച്ചുവെന്ന് അന്ന് വോട്ട് ചേർക്കലിന് നിയോഗിക്കപ്പെട്ട പല ബൂത്ത് ലെവൽ ഓഫീസർമാരും രഹസ്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കള്ളവോട്ട് ചേർക്കാനാകില്ല എന്ന് നിലപാടെടുത്ത വനിതാ BLOയെ
ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതടക്കമുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വോട്ട് കൊള്ളയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെറ്റുപറ്റിയെന്ന് സംശയിച്ചാലും ആരെയും കുറ്റം പറയാനൊക്കില്ല. അതോടൊപ്പം വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ട ബൂത്തുകളിലെ BLOമാരുടെ രാഷ്ട്രീയം കൂടി അന്വേഷിക്കുകയാണ് LDF. മിക്കയിടങ്ങളിലും BLOമാർ BJP അനുകൂല രാഷ്ട്രീയം ഉള്ളവരാണ് എന്ന് കണ്ടെത്തിയെന്നാണ് LDF നേതാക്കളുടെ വാദം. ഇവരെ തെരഞ്ഞെടുത്തത് മുതൽ വ്യാജ വോട്ട് ചേർത്തതുവരെ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ ഉണ്ടായിരുന്ന ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അറിവോടെയാണ് എന്ന ആരോപണവും ശക്തമാണ്. ഇതെല്ലാം ശരിയാണ് എന്ന് തെളിഞ്ഞാൽ തൃശൂരിൽ നടന്നത് വളരെ വലിയ ഒരു ഗൂഢാലോചന തന്നെയാണ് എന്ന് വ്യക്തമാകും. ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യവും കേരളവുമെല്ലാം ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരികയും ചെയ്യും.